പിന്നെ ഈ സഭയ്ക്ക് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഒരു ക്രിസ്തീയ സഭ ക്രിസ്തീയ സഭയെ സംബന്ധിച്ച് ഏറ്റവും ദീർഘമായ കേസ് നടന്നത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചാണ്. അപ്പോൾ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയിൽ വളരെ ദീർഘകാലം നടന്ന ആ കേസിൽ അത് കേവലം ഒരു സ്വത്ത് കേസായിട്ടല്ല നടന്നത്. അതിൽ തിരുവെഴുത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ, സഭയുടെ ചരിത്രരേഖകൾ, ആത്മീക അധികാരത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ, പാത്രീർക്കീസിൻ്റെ മേൽസ്ഥാനം, കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനം, ഏർലി ചർച്ച് ഡോക്യുമെന്റ്സ്, സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ, പാത്രീർക്കീസിൻ്റെ കൽപ്പനകൾ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അവിടെ തർക്കിച്ചുകൊണ്ടിരുന്നത്, വാദിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ പത്രങ്ങൾ എഴുതി കോടതി മുറി അൾത്താരയായി മാറുന്ന പോലത്തെ അനുഭവം. കാരണം പ്രതിഭാഗം വക്കീലും വാദിഭാഗം വക്കീലും അന്നത്തെ വാദത്തിൽ മുഴുവൻ ബൈബിൾ വാക്യങ്ങളാണ് ഉദ്ധരിച്ചത്. അപ്പം പള്ളിയിൽ പോയിരിക്കുന്ന പോലെ ആയിരുന്നെന്ന് പത്രക്കാരെഴുതി. എൻ്റെ ഓർമ്മയിൽ അത് ഇന്ത്യ ടുഡേ ആണെന്ന് തോന്നുന്നു അങ്ങനെ എഴുതിയത്. കാരണം അത്രയും പ്രമാദമായ ഒരു കേസ് ദീർഘകാലം നടന്നത്. ആ കേസിൽ ട്രൂ ചർച്ച് ഏതാണെന്നാണ് അവിടെ കേസ് നടന്നത്. അപ്പോൾ ആ കേസിൻ്റെ വിധിയാണ് കഴിഞ്ഞ വർഷം വന്നത്. കഴിഞ്ഞ വർഷം ആ കേസിൻ്റെ വിധി വന്നപ്പം കോട്ടയം ദേവലോകം കാതോലിക്ക ബാവയുടെ വാദമാണ് ശരി, അവരാണ് ശരിയായ സഭ എന്ന് കോടതി വിധിച്ചു. അപ്പം മറുപക്ഷമുണ്ട്. ആ മറുപക്ഷത്തിന് ഒരുപാട് ന്യായങ്ങളുണ്ട്. അവർക്ക് നീതി ലഭിക്കേണ്ടതാണെന്ന് നിഷ്പക്ഷമതികൾക്ക് തോന്നും. പക്ഷേ കോടതി ഇങ്ങനെയാണ് വിധിച്ചത്. കോടതി വിധിച്ചപ്പോൾ ആർക്കും സഭ തുടങ്ങാം, അല്ലെ ആർക്കും സഭയാകാം എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, മറ്റേ കൂട്ടർക്ക് സഭയാകാൻ പറ്റത്തില്ല. അപ്പൊ ഈ പറയുന്ന ആളുകൾ അവരെ ഒന്ന് സഹായിക്കാൻ നല്ലതാ. ഈ ശ്രേഷ്ഠ കാതോലിക്ക ബാബായുടെ നേതൃത്വത്തിലുള്ള പാത്രീർക്ക വിഭാഗത്തെ ഈ പെന്തക്കോസിലെ ജ്ഞാനികൾ ഫേസ്ബുക്കിലിരുന്ന് പറയുന്ന ആളുകൾ അവരെ പോയി ഒന്ന് സഹായിക്കേ. നമുക്ക് സഭ തുടങ്ങാൻ ആരുടെ അനുവാദം വേണ്ട, സഭയാകാൻ ആരുടെ അംഗീകാരം വേണ്ട, സഭയ്ക്ക് അംഗീകാരവും വേണ്ട, അനുവാദവും വേണ്ട, നിങ്ങൾക്കും തുടങ്ങാമെന്ന് ചെന്ന് പറഞ്ഞു നോക്ക്. അപ്പം നമുക്ക് കാര്യം അറിയാം. കാര്യം ഗവൺമെൻറ് ഒരു സഭയെ അംഗീകരിക്കുന്നില്ല, ഇതാ പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് സുപ്രീം കോടതി. കാരണം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് മൂന്നാണ്: എക്സിക്യൂട്ടീവ്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചറി ഉണ്ട്, പിന്നെ ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ ഇത് മൂന്നൂടെ ചേരുമ്പോഴാണ് ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ ജുഡീഷ്യറിയുടെ ഏറ്റവും പരമോന്നത സ്ഥാനമാണ് സുപ്രീം കോർട്ട്. അപ്പോൾ ഗവൺമെൻറ്റിലെ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ ജുഡീഷ്യറിയിൽ പറയുകയാണ് ഇത് ഒഫീഷ്യൽ ഓർത്തഡോക്സ് ചർച്ച് ഇതാണ്. അതെന്തിനാ അവരത് പറയുന്നത്? അപ്പം ഗവൺമെൻറ് ആരെയും അംഗീകരിക്കുന്നില്ല. ഗവൺമെൻറ് ആരെയും നിങ്ങളാണ് സഭയെന്നോ നിങ്ങൾ തെറ്റാണെന്നോ നിങ്ങൾക്ക് അനുവാദം അങ്ങനെ ആരെ പറ്റിയും പറയുന്നില്ല. ഓക്കെ, ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ കോടതി. കോടതി പറയുകയാണ് ഇതാണ് ഒറിജിനൽ ചർച്ച്. അപ്പം മറ്റവർക്ക് പിന്നെ എന്ത് ചെയ്യും? മറ്റവർക്ക് ഒരു സൊസൈറ്റി തുടങ്ങാം. അവരതാ തുടങ്ങിയിരിക്കുന്നത്. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ സൊസൈറ്റിക്കും സഭയെന്ന നിലയിൽ നിലനിൽപ്പില്ല. അത് കേവലം സൊസൈറ്റി മാത്രമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം പത്രം വായിക്കണം, കണ്ണും കാതും തുറന്ന് പുറത്തോട്ട് നോക്കണം. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു കഷ്ണം വായിച്ചിട്ട് ഇത് എവിടെയാന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്കെതിരായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് വരുന്ന ഒരുപാട് നിയമങ്ങളും ഉപനിയമങ്ങളും വകുപ്പുകളും എല്ലാം ഉണ്ട്. അതെല്ലാം ഈ ലൈവിൽ എൻ്റെ സ്കോപ്പിലുള്ള കാര്യമല്ല. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പം ആ ഒരു ഏരിയയിൽ ട്യൂഷൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നിയമത്തിനും ട്യൂഷൻ എടുക്കാൻ നിൽക്കുന്ന ആളല്ല. പക്ഷെ അതിന് കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിന് കാര്യങ്ങളും കാര്യകാരണങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് മാത്രം മനസ്സിലാക്കുക. പിന്നെ ഒരു അർത്ഥവും ഇല്ലാതെ കുറേ ആളുകൾ അവിടെ ഇവിടെ നിന്ന് ചീത്ത വിളിച്ചുമൊക്കെ ലൈവ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ ഗവനിക്കുന്നില്ല. അതൊക്കെ ഒരു വൈകാരികമായി ഉള്ള ഒരു ബഹളം എന്നേ ഉള്ളൂ. അതിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. പറഞ്ഞതിൽ കാര്യമുണ്ട്.